ഏറ്റവും നല്ല അടിപൊളി മഴ അല്ലെ. കനാലക്ക് പടച്ചം കനിഞ്ഞ് നൽകിയ ഒരു സംഗതിയാണ് ഈ ചെറിയ സ്പ്രേ അടിക്കുന്ന പോലെയുള്ള ഈ മഴ എന്ന് പറയുന്നത്. ഇപ്പൊ വയനാട്ടില് നടന്നതിനെ കുറിച്ച് എന്തോ വിചാരിക്കുന്നു? അത് പടച്ചോന്റെ ശിക്ഷയായിട്ട് അല്ല അസ്ലം, അത് ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, പടച്ചോനുണ്ടോ, പടച്ചോൻ അവർക്ക് നൽകിയ ശിക്ഷയാണോ എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ പറയുന്നു. അങ്ങനെയല്ല. അതായത് പടച്ചോന്റെ ഒരു തീരുമാനം ഖുർആനിൽ ഒരു ആയത്തുണ്ട്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ ജീവിതത്തില് അതുപോലെ തന്നെ ഭൂമിയില് ഇതൊക്കെ യഥാർത്ഥത്തിൽ മുസീബത്തുകൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും. രോഗിയായ ഒരാളെ കാണാൻ വേണ്ടി പോകുമ്പോ നമ്മൾ അയാളോട് പറയാറില്ലല്ലോ ഇത് ദൈവത്തിന്റെ ശിക്ഷയാണ് എന്ന് പറയാറില്ലല്ലോ. അതൊക്കെ ഒരു അപകടമാണ്, മുസീബത്താണ്. അത് വെറും മുസീബത്തുകളാണ്. ആ മുസീബത്ത് സംഭവിക്കുന്നത് തന്നെ ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, ഈ ഭൂമിയെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പടച്ചോന്റെ കിതാബിൽ, പടച്ചോന്റെ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. ഒരാൾക്ക് അസുഖം വരുന്നത്, ഒരാള് മരണപ്പെട്ടു പോകുന്നത്, ഒരു നാട് തന്നെ ഇല്ലാതാകുന്നത്. ഒരുപാട് ഭൂമി ഉണ്ടായത് മുതല് ഒരുപാട് ജനസമൂഹങ്ങൾ ഇല്ലാതായിട്ടുണ്ട്, ഒരുപാട് നാടുകൾ ഇല്ലാതായിട്ടുണ്ട്. അതുവരെ ആ നാടിന് ദൈവം വിധിച്ചിട്ടുള്ള സമയം അത്രയേ ഉള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ മരണപ്പെടുമ്പോൾ ആ മനുഷ്യന് ദൈവം വിധിച്ചിട്ടുള്ള സമയം അജ്ല് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതൊരു അപകടമാണ്. ആ അപകടം സംഭവിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. ഇതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.